ടീച്ചറെ നമസ്തേ. ടീച്ചറെ, ഈ പട്ടികജാതി വികസന വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചാണല്ലോ പാലക്കാട് പരിപാടി നടന്നത്. അപ്പൊ ഇപ്പൊ വേടനെ സംബന്ധിച്ച് ടീച്ചർ പറഞ്ഞ ഒരു പ്രസ്താവന അത് വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതാണ്. അതായത് അവര് റാപ്പ്, ഈ വിഭാഗക്കാര് റാപ്പ് മാത്രം പാടുന്ന എന്തിനാണെന്നുള്ള തരത്തിലാണത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അതിന് ടീച്ചർ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ? അവിടെ നമ്മളത് എന്ത് പരിപാടിയാണ് നടന്നത് എന്ന് പോലും ആരും ചർച്ചയ്ക്കെടുത്തില്ല. ഏത് സമയത്താണ് ഞാൻ സംസാരിച്ചത്, എന്തിലാണ് സംസാരിച്ചത് തുടങ്ങിയ കാര്യം പോലും ഇത് വിവാദമാക്കിയ ആരും ചർച്ച ചെയ്തില്ല. അവിടെ ഹിന്ദു ഐക്യവേദി 14 ജില്ലാ ആസ്ഥാനങ്ങൾ, അതായത് 13 ജില്ലയിലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും നടത്തിയിരുന്നത് ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രധാനമായിട്ട് അവരുടെ ഫണ്ട് ലാപ്സാക്കുന്നതിനെതിരെയും അവരുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ സമയത്ത് കൊടുക്കാത്തതിനെതിരെയും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട്, അതേപോലെ OEC OBC വിഭാഗങ്ങൾ വഞ്ചിക്കപ്പെടുന്നതിനും അവരുടെ സംവരണത്തിൽ നിന്ന് മുസ്ലിം സംവരണം 12% മുസ്ലിം സംവരണം വകമാറ്റി കൊടുക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയാണ് ആ ഒരു പരിപാടി നടത്തിയത്. കാരണം സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ സമയത്ത് കൊടുക്കണം. ലംസം ഗ്രാന്റ് പോലും SSLCക്കും ലംസം ഗ്രാന്റ് പോലും 12% കഴിഞ്ഞ വർഷം വിതരണം ചെയ്തിട്ടില്ല. ഇതാണ് നഗ്നമായ യാഥാർത്ഥ്യം. ഫീസ് സമയത്ത് കിട്ടാത്തത് കൊണ്ട് പല കുട്ടികളും പഠനം നിർത്തിപ്പോയി. കാരണം ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ സമയത്ത് ഫീസ് കൊടുക്കാഞ്ഞാൽ അവരവിടെ അപമാനിക്കപ്പെടുമ്പോൾ എന്തിനാണ് ഇത് എന്ന് പറഞ്ഞാൽ അവർ പഠനം നിർത്തിപ്പോയി. കൃത്യമായ പഠനത്തിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ അവിടെ പറഞ്ഞത് 10% സംവരണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പട്ടികജാതി പട്ടികവർഗക്കാർക്കുണ്ട്. പക്ഷേ നമ്മളെ അമ്പരപ്പിക്കുന്നത് അതിൽ 85% തോൽക്കുകയോ കോഴ്സിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി പോവുകയോ ചെയ്യണം. ഒരു 15% കഷ്ടി മുഷ്ടി പാസ്സാവുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ആകർഷിക്കാനും ഒപ്പം വിദ്യാലയങ്ങളിൽ പടരുന്ന രാസലഹരിക്കെതിരെ ഇതാണ് ഞങ്ങൾ അവിടെ പരിപാടി നടത്തിയത്. ആ സമയത്താണ് സാന്ദർഭികമായിട്ട് ഫണ്ടുകൾ വകമാറ്റുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോഴും രാസലഹരിയുടെ കാര്യം പറഞ്ഞപ്പോഴുമാണ് സാന്ദർഭികമായി പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിൽ ഒരു പരിപാടി നടത്തുമ്പോൾ അവരുടെ ഫണ്ട് ഉപയോഗിച്ച് മലമ്പുഴയിൽ സംസ്ഥാന സംഗമമാണ് സംഘടിപ്പിച്ചത്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ അവരുടെ പരമ്പരാഗതമായ കലാരൂപങ്ങളുണ്ട്. അത് വേറെ ആരാണ് പ്രോത്സാഹിപ്പിക്കുക? അവരുടെ ഫണ്ട് ഉപയോഗിച്ച് അത് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ അവരെ വേറെ ആരാണ് പ്രോത്സാഹിപ്പിക്കുക? അവർക്കൊരു പക്ഷേ 10,000 മുന്നിലേക്ക് ആകർഷിക്കാനുള്ള കഴിവുണ്ടാവില്ല. അവരുടെ കലാരൂപങ്ങൾ, പരമ്പരാഗതമായ ഒരു കലാരൂപം അവതരിപ്പിച്ച് 10,000 മുന്നിൽ എത്തിക്കാനോ ലക്ഷങ്ങൾ അതിന്റെ പേരിൽ വാങ്ങിക്കാനോ ഉള്ള ശേഷിയുള്ള കലാകാരന്മാരല്ല അവര്. അവര് ശരിക്കും പറഞ്ഞാൽ വംശനാശം നേരിടാതെ സംരക്ഷിക്കേണ്ടതാണ് അത്തരം കലകളെ. അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിനേക്കാൾ മറ്റൊരാൾക്ക് അത് ഏറ്റെടുക്കാൻ കഴിയുമോ? അവരല്ലേ അത് കൂടുതൽ ഏറ്റെടുക്കുന്നത്. അവരുടെ ഒരു പരിപാടി നടത്തുമ്പോൾ അത് അവിടെ അംഗീകരിക്കപ്പെടേണ്ടതായിരുന്നില്ലേ? അപ്പോൾ റാപ്പ് അല്ല പട്ടികജാതി പട്ടികവർഗ. എനിക്ക് റാപ്പ് എന്താണെന്ന് ഇപ്പോഴും അറിയില്ല കേട്ടോ. അപ്പോഴും അറിയില്ല, ഇപ്പോഴും അറിയില്ല. പക്ഷെ എന്തായാലും അതൊരു പരമ്പരാഗത കലാരൂപം അല്ല എന്ന് എനിക്കറിയാം. ഈ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കലാരൂപമല്ല അത് എന്ന് എനിക്കറിയാം. ഞാൻ തെയ്യം കണ്ടിട്ടുണ്ട്, കഥ കണ്ടിട്ടുണ്ട്, അങ്ങനെ ധാരാളം നമ്മുടെ അനുഷ്ഠാന കലാരൂപങ്ങളും അതുപോലെ തന്നെ നാടൻ കലാരൂപങ്ങളും ഉണ്ട്. അപ്പൊ ഇതില് അവരുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത് അവിടെ അവതരിപ്പിക്കാമായിരുന്നു. അവർക്ക് മുഖ്യമന്ത്രിയെ ഒന്ന് കൈ കൊടുത്തിരുന്നുവെങ്കിൽ. ഇവിടെ നമ്മൾ 10,000 ആകർഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി ആരുടെയൊക്കെ തോളിൽ തട്ടി അഭിനന്ദിച്ചു. അത്തരം ഒരു പാരമ്പര്യ കലാകാരനെ അവിടെ മുഖ്യമന്ത്രി ഒന്ന് തോളോട് ചേർത്തിരുന്നെങ്കിൽ, ഒന്ന് കൈപിടിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അത് കിട്ടുന്ന മൈലേജ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന സന്തോഷം എത്ര വലുതാ. അപ്പൊ അതല്ലേ ഇവിടെ നടക്കേണ്ടിയത്. ഇതാണ് പറഞ്ഞത്, അതാണ് അവിടെ പറഞ്ഞത്. ആ സന്ദർഭവും കൂടിയാണ്. പക്ഷെ ആർക്ക് സന്ദർഭം നോക്കണ്ട. ഞാനിവിടെ ആരുടെയും സംഗീത കലാരൂപത്തിനെതിരെ ഞങ്ങളൊരു പരിപാടി നടത്തിയതല്ല. ഞങ്ങൾക്ക് അദ്ദേഹം ഒരു ഇരയല്ല. ഈ പറഞ്ഞ വ്യക്തി ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഇരയല്ല. കാരണം കഴിഞ്ഞ 5 വർഷം മുന്നാണെന്ന് തോന്നുന്നു മോദിക്കെതിരെ നമ്മളാരും കേട്ടിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല, ആരും അതിനെതിരെ ചെറുവിരൽ അനക്കിയിട്ടില്ല. കാരണം ഇങ്ങനൊരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ ദേശീയ രാഷ്ട്രീയത്തിനോ ഇവിടുത്തെ സംസ്കാരത്തിനോ ഒന്നും സംഭവിക്കില്ലെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കഞ്ചാവിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വരെ എത്രയോ ഇദ്ദേഹം മാത്രമല്ല വേറെ ആരൊക്കെ ഈ കലാരൂപം അവതരിപ്പിക്കുന്നുണ്ട്. അത് കാണാൻ ആളുകൾ പോകുന്നുണ്ട്. ഈ കലാരൂപം മാത്രമല്ല, ഏതൊക്കെ രൂപത്തിലുള്ള ഇതുപോലുള്ള കലാരൂപങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളാരും അവിടെ ചെല്ലുന്നില്ല, ആരും അതിനെ ആക്ഷേപിക്കുന്നില്ല, നടത്തുന്നത് ആരെയെന്ന് നോക്കുന്നില്ല. അത് നമുക്കൊരു ഇരയല്ല. ആ വ്യക്തിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കലയോ ഇതൊന്നും നമുക്കൊരു ഇരയല്ല. ഏത് കലാരൂപവും നടക്കട്ടെ. പക്ഷെ ഇത് പരാമർശിക്കേണ്ടി വന്നത് ഈ വിദ്യാലയം തുറക്കാവരാവുന്ന ഈ സമയത്ത് പട്ടികജാതിക്കാരുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുമ്പോൾ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഞാൻ മേലിൽ ചെയ്യില്ല എന്ന് കുറ്റസമ്മതം നടത്തുകയും ചെയ്ത ഒരു വ്യക്തിയെ മുഖ്യമന്ത്രി തോൽത്ത് കൈയിടാവോ?
അത്തരം ഒരു വ്യക്തിക്ക് സർക്കാർ അതിഥിയായി അംഗീകാരം കൊടുക്കാമോ? അത് ഇതെന്ത് സന്ദേശമാണ് നമ്മൾ സമൂഹത്തിൽ കൊടുക്കുന്നത്? നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് കേരളത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കാര്യത്തിൽ ഒരു കരകാണ കടലിലാണ് കേരളം ചെന്നുപെട്ടിരിക്കുന്നത്. ഭരണകൂടവും സംഘടനകളും വ്യക്തികളും കൈകോർത്ത് പിടിച്ചാൽ മാത്രമേ ഇതിനൊരു ചെറിയ വിരലെങ്കിലും നമുക്ക് ഇവരെ കയറ്റിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. ജനങ്ങൾ എവിടെ ചെല്ലുന്നു നോക്കിയിട്ട് അവിടെ നിൽക്കേണ്ടവരല്ല ഭരണാധികാരികൾ. ഇപ്പൊ മൊത്തം കേരളത്തിൽ ജനസംഖ്യ എടുത്താൽ ലഹരി ഉപയോഗിക്കുന്നവരായിരിക്കും കൂടുതൽ. അതുകൊണ്ട് കേരളത്തിന് ലഹരിക്കെതിരെ യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ജനാധിപത്യപരമായാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ആളുകൾ മദ്യപിക്കുകയും ലഹരി ഉപയോഗിക്കുക. അതുകൊണ്ട് നമ്മളെ കൈ കൂടെ നിൽക്കണം എന്നാണോ? അല്ലല്ലോ. നമ്മൾ ഒരാളേ ഉള്ളൂ, 10 ആളേ ഉള്ളൂ എങ്കിലും വളരെ നമ്മൾ ശക്തിയുക്ത. അപ്പൊ നമ്മുടെ ശക്തി കൂടണം. തിരിച്ച് കേരളത്തെ വലിക്കാനുള്ളൊരു ശ്രമം നടക്കണം ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. അതൊരിക്കലും അദ്ദേഹം എവിടെയാണ് ഇത്ര പരിപാടി അവതരിപ്പിച്ചിട്ട് നമുക്ക് കുഴപ്പമില്ല. സർക്കാർ അതിഥിയാകരുത്. അതുപോലെ തന്നെ സർക്കാരിന്റെ അംഗീകാരം കിട്ടരുത്. കാരണം അദ്ദേഹം ഒരു കേസിൽ FIR ഇട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടൊരു വ്യക്തിയാണ്. അപ്പോ അതിന് ഇതിനു മുമ്പ് ടീച്ചറെ ഇതേ സമാനമായ കഞ്ചാവ് കേസിൽ അതുപോലെ തന്നെ സ്ത്രീകളെ പീഡിപ്പിച്ച കേസിൽ 3 തരത്തിൽ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പും കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഇത് 2ാം തവണയാണ് പിടിക്കപ്പെടുന്നത്. മാത്രമല്ല ഇയാൾ മാത്രമാവില്ല കഞ്ചാവ് ഉപയോഗിച്ചിരിക്കുന്നത്. സർക്കാർ അംഗീകരിക്കണോ എന്നുള്ള ചോദ്യമേ ഉള്ളൂ. അദ്ദേഹം കൈവശം വെച്ചത് 5 ഗ്രാമോ അല്ലെങ്കിൽ 0.5 ഗ്രാമോ എന്നുള്ളതല്ല. അത് നിയമത്തിന്റെ പ്രശ്നമാണ്. പക്ഷെ നമ്മൾ ഉന്നയിക്കുന്നത് ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഇതല്ലാതെ എത്രയോ കലാകാരന്മാരെ, ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന കലാകാരന്മാരെ അന്ന് അവിടെ കൊണ്ടുവരാമായിരുന്നു. ഇത് പുതുതലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശമുണ്ട്. ഈ സന്ദേശത്തെ ചോദ്യം ചെയ്യാൻ അധികാരമില്ല എന്ന് പറഞ്ഞാൽ അവിടെ അപ്പൊ ജാതി കയറ്റി അല്ലെങ്കിൽ അവിടെ മറ്റെന്താ പറയേണ്ടത് രാഷ്ട്രീയം കയറ്റി നമ്മൾ എങ്ങോട്ടാ പോണത്? നമുക്ക് നമ്മുടെ കുട്ടികളെ പറ്റി ഒരു ചിന്തയില്ല എന്നാണ് ഇതിന് കാണുന്നത്. ഞാൻ ചിന്തിച്ചത് നമ്മുടെ കുട്ടികളെ മാത്രമാണ്. തീർച്ചയായും ടീച്ചറെ പ്രതികരിച്ചതിന് നന്ദി.